ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എംപ്ലോയി ഒബ്ജക്റ്റിനെ സ്പ്രിംഗ് ബൂട്ടും സ്പ്രിംഗ് ഡാറ്റ JPM ഉപയോഗിച്ച് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ മോണോലിത്തിക് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തത്. നമുക്ക് കൺട്രോളർ ലെയർ ഉണ്ട്, സർവീസ് ഉണ്ട്, മോഡലുണ്ട്, ദെൻ റിപ്പോസിറ്ററി ഉണ്ട്. എംപ്ലോയി റിപ്പോസിറ്ററി നോക്കുവാണെങ്കിൽ നമ്മൾ JPA റിപ്പോസിറ്ററി എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് മോഡൽ പാക്കേജിൽ നമുക്ക് എംപ്ലോയി ക്ലാസ് ഉണ്ട്. അതിൽ ID, നെയിം, ഏജ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനോട്ടേഷൻസും ഗെറ്റേഴ്സ് സെറ്റേഴ്സും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എംപ്ലോയി സർവീസ് നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എംപ്ലോയി സർവീസ് എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ സേവ് എംപ്ലോയി എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് മെത്തേഡ് കൊടുത്തു. ആൻഡ് സർവീസ് IMPയിൽ സേവ് എംപ്ലോയി മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തു. ദെൻ കൺട്രോളർ ക്ലാസ്സിൽ നമ്മൾ സേവ് എംപ്ലോയി എൻ പോയിൻ്റ് എഴുതി. ആൻഡ് ഇവിടെ നിന്ന് സർവീസിനെ വിളിക്കുന്നു. നമ്മൾ പോസ്റ്റ്മാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള CRUD ഓപ്പറേഷൻസ് ആണ്. അതായത് ലിസ്റ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, അതേപോലെ ഒരു ID ഉപയോഗിച്ച് എംപ്ലോയി ഗെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. എൻ്റെ എംപ്ലോയി ടേബിൾ MySQL നോക്കുവാണെങ്കിൽ ഞാൻ ഇതിനകത്തൊരു 6 എംപ്ലോയി ഒബ്ജക്റ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ എംപ്ലോയി ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും എനിക്ക് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എംപ്ലോയി റിപ്പോസിറ്ററിയിൽ എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല. കാരണം നമ്മൾ എംപ്ലോയി റിപ്പോസിറ്ററി JPA റിപ്പോസിറ്ററി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് എല്ലാ മെത്തേഡ്സും അവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. എംപ്ലോയി സർവീസിൽ ഞാൻ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് എഴുതുവാണ്. പബ്ലിക് റിട്ടേൺ, എനിക്കൊരു ലിസ്റ്റ് ഓഫ് എംപ്ലോയി ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. മെത്തേഡിൻ്റെ പേര് നമുക്ക് ലിസ്റ്റ് എംപ്ലോയി എന്ന് കൊടുക്കാം. ലിസ്റ്റ് എംപ്ലോയി എന്നോ അല്ലെങ്കിൽ ഗെറ്റ് ഓൾ എംപ്ലോയീസ് എന്ന് കൊടുക്കാം. ഇനി ഈ മെത്തേഡിനെ നമുക്ക് സർവീസ് IMPയിൽ ഓവർറൈഡ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് എംപ്ലോയി റിപ്പോസിറ്ററികളിൽ, അതായത് JPA റിപ്പോസിറ്ററിയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ ഏത് മെത്തേഡാണ് നമുക്ക് ലിസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ഓൾ എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് എംപ്ലോയി ആണ്. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നു എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട് ഫൈൻഡ് ഓൾ. യെസ്. ഇനി നമുക്ക് കൺട്രോളർ ക്ലാസ്സിലേക്ക് പോകാം. കൺട്രോളർ ക്ലാസ്സിൽ ഞാൻ മെത്തേഡ് എഴുതി. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? റിട്ടേൺ എംപ്ലോയി സർവീസ് ഡോട്ട്, ഇപ്പം നമ്മൾ എഴുതിയ മെത്തേഡ് ഗെറ്റ് ഓൾ എംപ്ലോയീസ്. ഗെറ്റ് റിക്വസ്റ്റ് ആണ്. ഗെറ്റ് മാപ്പിംഗ് അനോട്ടേഷൻ കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ഒരു, ഞാനിപ്പം ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കാം. യെസ്, ഡൺ. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യാനായിട്ട് EMS ആപ്ലിക്കേഷൻ ഈ ക്ലാസ് നമുക്ക് യൂസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇനി പോസ്റ്റ്മാൻ. ഇവിടെ 8080 നമ്മുടെ കൺട്രോളർ ക്ലാസ്സിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്തത്. അപ്പം /ലിസ്റ്റ് കൊടുത്തു. ആൻഡ് മെത്തേഡ് ഗെറ്റാണ്. ഗെറ്റ് സെലക്ട് ചെയ്തു, സെൻഡ് കൊടുക്കാം. നോക്കിക്കേ, നമ്മുടെ എംപ്ലോയി ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു JSON അറേ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ സിമ്പിളല്ലേ? നമ്മളിതിപ്പം സ്പ്രിംഗ് ബൂട്ടും അല്ലെങ്കിൽ ഡാറ്റ JPA ഒന്നും ഇല്ലാതെ ചെയ്യുമായിരുന്നുവെങ്കിൽ എത്രമാത്രം കോഡ് നമുക്ക് എഴുതേണ്ടി വന്നേനെ. പക്ഷേ നമുക്കിതൊക്കെ ഈ ഫ്രെയിംവർക്ക് ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഓപ്പറേഷൻസ്, നമ്മുടെ ഫങ്ഷണാലിറ്റീസൊക്കെ നമ്മുടെ പ്രോജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, എനിക്കൊരു ID ഉപയോഗിച്ച് എംപ്ലോയിയെ ഗെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എംപ്ലോയി ടേബിളിൽ ഇപ്പോൾ 6 റെക്കോർഡുണ്ട്. എനിക്കിതിനകത്ത്
രണ്ടാമത്തെ റെക്കോർഡ്, അതായത് കിരണിൻ്റെ റെക്കോർഡാണ് എനിക്ക് ഗെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കിരണിൻ്റെ ID 2 ആണ്. 2 ഉപയോഗിച്ച് എനിക്ക് എന്ത് ചെയ്യണം? കിരണിൻ്റെ ID ഉപയോഗിച്ച് നമുക്ക് ഗെറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എംപ്ലോയി സർവീസിൽ മറ്റൊരു മെത്തേഡ് എഴുതുന്നു. പബ്ലിക് എംപ്ലോയി, മെത്തേഡിൻ്റെ പേര് ഗെറ്റ് എംപ്ലോയി ബൈ ID എന്ന് കൊടുക്കാം. ഇൻഡിജർ ID. ഓക്കെ, ഇനി സർവീസിൽ ഓവർറൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത് JPA റിപ്പോസിറ്ററിയിലെ ഏത് മെത്തേഡാണ് ID അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പം എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട് ഫൈൻഡ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്? ID അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് ബൈ ID ഞാൻ ID പാസ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫൈൻഡ് ബൈ ID എന്ന് പറയുന്ന മെത്തേഡ് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു എംപ്ലോയി ഒബ്ജക്റ്റ് അല്ല, അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഓപ്ഷണൽ ഒബ്ജക്റ്റ് ആണ്. എന്താണ് ഓപ്ഷണൽ എന്ന് പറയുന്നത്? java.util പാക്കേജിലെ ഒരു ഒബ്ജക്റ്റ് ആണ് ഓപ്ഷണൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഫൈൻഡ് ബൈ ID റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓപ്ഷണൽ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിലേക്ക് ഇത് ഞാൻ അസൈൻ ചെയ്യാണ്. ഈ ഓപ്ഷണൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വർക്ക് ചെയ്യുന്നത് ഒരു കണ്ടെയ്നർ പോലെയാണ്. ഇപ്പം നമ്മൾ എംപ്ലോയി ടേബിൾ കണ്ടു. അവിടെ ആക്ച്വലി നമുക്ക് 6 റെക്കോർഡുണ്ട് അല്ലേ? ID 1 മുതൽ 6 വരെ ഉണ്ട്. അപ്പം ഞാൻ ഒരു 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിരൺ എന്ന് പറയുന്ന എംപ്ലോയിയുടെ റെക്കോർഡ് കിട്ടും. പക്ഷെ ഞാൻ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ 10 എന്ന് പറയുന്ന ഒരു ID എവിടെയില്ല? എംപ്ലോയി ടേബിളിലില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കറക്റ്റായിട്ടുള്ള എംപ്ലോയി ടേബിളിലുള്ള ID ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഓപ്ഷണൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഓപ്ഷണൽ ഒബ്ജക്റ്റിൽ എന്തോ ഉണ്ടായിരിക്കും? ആ പർട്ടിക്കുലർ ID ഉള്ള എംപ്ലോയി ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇനി ID നമ്മൾ തെറ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഓപ്ഷണൽ ഒബ്ജക്റ്റ് തന്നെ റിട്ടേൺ ചെയ്യും, പക്ഷെ അതിനകത്ത് എംപ്ലോയി ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അതെന്ന് പറയുന്നത് ഈ നൾ പോയിൻ്റ് എക്സെപ്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓപ്ഷണൽ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷനിലേക്ക് അസൈൻ ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഈ ഓപ്ഷണൽ ഒബ്ജക്റ്റിനകത്ത് എംപ്ലോയി ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പറയുന്നു ഓപ്ഷണൽ കണ്ടെയ്നർ ഡോട്ട്, അവിടെ ഈസ് പ്രസൻറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഓപ്ഷണൽ കണ്ടെയ്നർ ഡോട്ട് ഈസ് പ്രസൻറ്റിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ എംപ്ലോയി ഒബ്ജക്റ്റിനെ എനിക്ക് റിട്ടേൺ ചെയ്യണം. ഇപ്പം ഞാനിവിടെ പറയുന്നു റിട്ടേൺ ഓപ്ഷണൽ കണ്ടെയ്നറിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അത് റിട്ടേൺ ചെയ്യുന്നത് എംപ്ലോയി ഒബ്ജക്റ്റ് ആണ്. ഇനി ID തെറ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിലോ പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്കിപ്പം ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ബിൽറ്റിനായിട്ടുള്ള എക്സെപ്ഷൻ ത്രോ ചെയ്യാം. ഇനി അതല്ല എനിക്ക് എൻ്റേതായ എക്സെപ്ഷൻ എഴുതണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കസ്റ്റം എക്സെപ്ഷൻ എഴുതാം. അപ്പോൾ നമ്മുടെ ബേസ് പാക്കേജിൽ ഞാൻ മറ്റൊരു സബ് പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സബ് പാക്കേജിൻ്റെ പേര് ഞാൻ എക്സെപ്ഷൻ എന്ന് കൊടുക്കുവാണ്. ഇവിടെ ഞാൻ ഒരു എക്സെപ്ഷൻ എഴുതുന്നു. ആ എക്സെപ്ഷൻ്റെ പേര് നമുക്ക് എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എസ്റ്റൻസ് റൺ ടൈം എക്സെപ്ഷൻ. ഓക്കെ, കൺസ്ട്രക്ടർ ഓക്കെ ഒരു മെസ്സേജ് എക്സെപ്റ്റ് ചെയ്യുന്ന കൺസ്ട്രക്ടർ എഴുതാം. ഓക്കെ, സൂപ്പർ കോൾ ചെയ്തു, മെസ്സേജ് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷണൽ കണ്ടെയ്നർ ഡോട്ട് ഈസ് പ്രസൻറ്റിൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ എഴുതിയ എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷനെ ത്രോ ചെയ്യണം. അപ്പോൾ ത്രോ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നു ത്രോ ന്യൂ എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. അവിടെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, എംപ്ലോയി നോട്ട് ഫൗണ്ട്
വിത്ത് ID. ഓക്കെ, അപ്പം ID കറക്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ ത്രോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് കൺട്രോളർ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, കൺട്രോളർ ക്ലാസ്സിൽ ഗെറ്റ് എംപ്ലോയി ബൈ ID എന്ന് പറഞ്ഞ മെത്തേഡ് ഡിഫൈൻ ചെയ്തു. ഇവിടെ നമ്മൾ റിട്ടേൺ എംപ്ലോയി സർവീസ് ഡോട്ട് ഗെറ്റ് എംപ്ലോയി ബൈ ID പാസ് ചെയ്തു. ഓക്കെ, ഇത് ഗെറ്റ് റിക്വസ്റ്റ് ആണ്. ഗെറ്റ് മാപ്പിംഗ് അനോട്ടേഷൻ കൊടുക്കണം. ഓക്കെ, ഈ ID എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്നത് URL വഴിയാണ്. അപ്പോൾ URL വഴി നമ്മൾ ID പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കീവേഡ് കൊടുക്കുന്നു. ഇനി URL വഴി നമുക്ക് കിട്ടുന്ന IDയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേളി ബ്രേസസ് കൊടുത്തിട്ട് ഒരു വേരിയബിൾ കൊടുത്ത് ആ വേരിയബിളിൻ്റെ പേര് നമുക്ക് എന്തോ ആകാം. അപ്പം ഈ ID നമുക്ക് എങ്ങോട്ട് ബൈൻഡ് ചെയ്യണം? ഈ ആർഗ്യുമെൻറ്റിലേക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇവിടെ കിട്ടുന്ന ID എങ്ങനെയാണ്, എനിക്ക് URL വഴി കിട്ടുന്ന ID ആണെന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ @path വേരിയബിൾ എന്ന് പറയുന്ന അനോട്ടേഷൻ ഉപയോഗിക്കുന്നു. @path വേരിയബിളിനകത്ത് ഇവിടെ എന്ത് പേരാണോ കൊടുത്തത് അത് വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, get/ID ഞാൻ 2 എന്ന് കൊടുക്കുന്നു. യെസ്, 3 കൊടുക്കാം. ഞാൻ ഇല്ലാത്തൊരു ID കൊടുക്കുവാണ്, ഞാൻ 10 എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഇൻറ്റേർണൽ സെർവർ എററാണ് വന്നത്. ഇനി നമ്മുടെ കൺസോൾ നോക്കുവാണെങ്കിൽ യെസ്, നമുക്കവിടെ എക്സെപ്ഷൻ കാണാൻ പറ്റും. എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, എംപ്ലോയി നോട്ട് ഫൗണ്ട് വിത്ത് ID 10. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ എംപ്ലോയി ടേബിൾ നോക്കുവാണെങ്കിൽ കിരണിൻ്റെ ഏജ് എന്ന് പറയുന്നത് 34 ആണ്. എനിക്ക് 34 ചേഞ്ച് ചെയ്ത് 35 ആക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? എംപ്ലോയി സർവീസിൽ അതിനു വേണ്ടി നമുക്കൊരു മെത്തേഡ് എഴുതാം. പബ്ലിക്, ഓക്കെ, റിട്ടേൺ ചെയ്യുന്ന എംപ്ലോയി തന്നെയാണ്. മെത്തേഡിൻ്റെ പേര് അപ്ഡേറ്റ് എംപ്ലോയി എന്ന് കൊടുക്കാം. ഓക്കെ, IDയും പാസ് ചെയ്യുന്നു, അതേപോലെ നമുക്ക് എംപ്ലോയി ഒബ്ജക്റ്റും പാസ് ചെയ്യാം. ഓക്കെ, ഇനി സർവീസ് IMPയിൽ ഓവർറൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തതുപോലെ ഗെറ്റ് എംപ്ലോയി ബൈ IDയിൽ നമ്മൾ ചെക്ക് ചെയ്തു. ID എന്താണ് കറക്റ്റ് ആണ് എങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ എക്സെപ്ഷൻ ത്രോ ചെയ്യുക. ഈ സെയിം കോഡ് തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടെ ID പാസ് ചെയ്യുന്നത് വാലിഡ് ID ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. വാലിഡ് ID ആണെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം, ഗെറ്റ് ചെയ്യണം. ഞാൻ പറയുന്നു എംപ്ലോയി, ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്ന എംപ്ലോയി ആയതുകൊണ്ട് ഞാനത് DB എംപ്ലോയി എന്ന് കൊടുക്കാം. = ഓപ്ഷണൽ കണ്ടെയ്നർ ഡോട്ട് ഗെറ്റ്. ഇനി ഈ DB എംപ്ലോയി എന്ന് പറയുന്ന ഈ ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ ഫെച്ച് ചെയ്ത ആ ഒരു എംപ്ലോയിയിലേക്ക് നമുക്കിപ്പോൾ കിട്ടിയ എംപ്ലോയിയുടെ, അല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് പാസ് ചെയ്യുന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാം. ഞാൻ പറയുന്നു DB എംപ്ലോയി ഡോട്ട്, നമുക്ക് നെയിം വേജും ആണുള്ളത്, സെറ്റ് നെയിം
എംപ്ലോയി ഡോട്ട് ഗെറ്റ് നെയിം. അടുത്തത് db എംപ്ലോയി ഡോട്ട് സെറ്റ് ഏജ് എംപ്ലോയി ഡോട്ട് ഗെറ്റ് ഏജ്. ഇനി ഈ ഒബ്ജക്റ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് എംപ്ലോയി റിപ്പോസിറ്ററിയുടെ സേവ് എന്ന് പറയുന്ന മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഡി എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട് സേവ് ആൻഡ് ഈ db എംപ്ലോയി പാസ് ചെയ്യും. ഇനി തെറ്റായിട്ടുള്ള ഐ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയി നോട്ട് ഫൗണ്ട് എക്സെപ്ഷനെ ത്രോ ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് റിട്ടേണും കൂടെ ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്കിത് റിട്ടേണും കൂടെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കൺട്രോളർ ക്ലാസ്സിലേക്ക് വരാം. കൺട്രോളർ ക്ലാസ്സിൽ ഈ മെത്തേഡ് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഞാൻ പറയുന്നു റിട്ടേൺ എംപ്ലോയി സർവീസ് ഡോട്ട് അപ്ഡേറ്റ് എംപ്ലോയി, ഐ ഡിയും എംപ്ലോയി ഒബ്ജക്റ്റും പാസ് ചെയ്തു. ഓക്കെ, ഇത് അപ്ഡേറ്റ് ആണ്, പുട്ട് റിക്വസ്റ്റ് ആണ്. പുട്ട് മാപ്പിംഗ് അനോട്ടേഷൻ കൊടുക്കാം. ആൻഡ് ഇവിടെ ഞാൻ കീവേഡ് അപ്ഡേറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കിവിടെ ഐ ഡി URL വഴിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വേരിയബിൾ കൊടുത്തു. ഇനിയും ഈ ഇൻഡിജർ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, അത് പാത്ത് വേരിയബിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം പാത്ത് വേരിയബിൾ അനോട്ടേഷൻ കൊടുത്തു. ആൻഡ് എംപ്ലോയി ഒബ്ജക്റ്റ് നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്നത് JSON ഫോർമാറ്റിലാണ്. അതിനെ നമുക്ക് ജാവ ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ബോഡി അനോട്ടേഷനും കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതെല്ലാം ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓൾറെഡി യൂസ്ഡ് ആണ്. ഒന്ന് ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ടെർമിനേറ്റ് കൊടുക്കുക. ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഈ കിരൺ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഏജ് 35 ആയിട്ട് എനിക്ക് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം കിരൺ എംപ്ലോയിയുടെ ID എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളവിടെ കീവേഡ് കൊടുത്ത് അപ്ഡേറ്റ് എന്നാണ്. അപ്ഡേറ്റ് /ID2 കൊടുത്തു. റിക്വസ്റ്റ് വരുന്നത് പുട്ടാണ്, പുട്ട് കൊടുത്തു. ആൻഡ് ബോഡി നെയിം എന്ന് പറയുന്നത് കിരൺ തന്നെയാണ്. ഏജ് എനിക്ക് 35 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി സെൻഡ് ചെയ്യാം. യെസ്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡാറ്റാബേസ് പോയി നോക്കാം. യെസ്, കിരണിൻ്റെ ഏജ് 35 ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പറേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ ID ഉപയോഗിച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർവീസിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് എഴുതാം. ക്ലിക്ക് void delete employee. ഓവർറൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ സെയിം കണ്ടീഷൻ തന്നെ കൊടുക്കുന്നു. ID വാലിഡായിട്ടാണോ നമുക്ക് കിട്ടിയേക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഈ കോഡ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട് ഫൈൻഡ് ബൈ ID റിട്ടേൺ ഓപ്ഷണൽ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ പറയാണ് ഓപ്ഷണൽ കണ്ടെയ്നർ ഡോട്ട് ഈസ് പ്രസൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് ഡിലീറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട് ഏത് മെത്തേഡാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. യെസ്, ഡിലീറ്റ് എന്ന് പറയുന്ന മെത്തേഡും യൂസ് ചെയ്യാം. എന്നിട്ട് എംപ്ലോയി ഒബ്ജക്റ്റിനെയും പാസ് ചെയ്യാം. അല്ലെങ്കിൽ ID വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഡിലീറ്റ് ബൈ IDയും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഡിലീറ്റ് ബൈ ID ഉപയോഗിക്കുന്നു. എന്നിട്ട് ഞാൻ ID പാസ് ചെയ്യുന്നു. ഓക്കെ, ഡിലീറ്റ് ബൈ ID. ഓക്കെ, ഇനി നമുക്ക് ഈ മെത്തേഡ് കൺട്രോളർ ക്ലാസ്സിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പറയുന്നു എംപ്ലോയി സർവീസ് ഡോട്ട് ഡിലീറ്റ് എംപ്ലോയി ID പാസ് ചെയ്യുന്നു. ഡിലീറ്റ് റിക്വസ്റ്റ് ആണ്. ഡിലീറ്റ് മാപ്പിംഗ് അനോട്ടേഷൻ കൊടുക്കാം. ഇവിടെ കീവേഡ് ഞാൻ ഡിലീറ്റ് എന്ന് തന്നെ കൊടുക്കുന്നു.
സ്ലാഷ് ഐ ഡി അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു വേരിയബിൾ കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ അറ്റ് പാത്ത് വേരിയബിൾ അനോട്ടേഷൻ കൊടുക്കാം. ഐ ഡി. ഓക്കെ, ഇനി ഇതെല്ലാം സേവ് ചെയ്യാം. ഇനിയും റൺ ചെയ്യാം. ഓക്കെ, എനിക്കിത് ഇതിലെ 6th റെക്കോർഡാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ID 6 പാസ് ചെയ്യാം. കീവേഡ് നമ്മളവിടെ ഡിലീറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഡിലീറ്റ് സ്ലാഷ് ID 6. റിക്വസ്റ്റ് വരുന്നത് ഡിലീറ്റ് ആണ്. ഡിലീറ്റ് സെലക്ട് ചെയ്തു സെൻഡ് കൊടുക്കാം. ഇൻറ്റേർണൽ സെർവർ എറർ. ഓക്കെ, ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്തിട്ടുണ്ട്. ദ ഗിവൺ ID മസ്റ്റ് നോട്ട് ബി നൾ. നമ്മൾ ആക്ച്വലി ID ആണ് പാസ് ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി നള്ളെന്നായിരുന്നു പാസ് ചെയ്തതാണ് ഇഷ്യൂ വന്നത്. ഓക്കെ, ഇനി സേവ് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം, എഗെയിൻ റൺ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ 6th റെക്കോർഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. 6 കൊടുക്കാം. യെസ്, ഡാറ്റാബേസ് പോയി നോക്കാം. യെസ്, വീണയുടെ റെക്കോർഡ് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പ്രിംഗ് ബൂട്ടും സ്പ്രിംഗ് ഡാറ്റ JPM ഉപയോഗിച്ച് CRUD ഓപ്പറേഷൻ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.